അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകളിൽ കുടുങ്ങി 8 മീൻപിടുത്ത വള്ളങ്ങളിലെ വലകൾ കീറി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഓരോ വള്ളങ്ങൾക്കും ഉണ്ടായത്. വലകൾ ശരിയാക്കും വരെ കടലിൽ പോകാൻ സാധിക്കാത്തതും വലകളുടെ പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്തേണ്ടതും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ് ഈ സമയത്ത്. MSC എൽസ കപ്പൽ അപകടം ഉണ്ടായതിനു പിന്നാലെ കടലിൽ വീണ കണ്ടെയ്നറുകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം സമ്മാനിക്കുന്നത്. ഓരോ ദിവസവും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ കുടുങ്ങി നിരവധി വള്ളങ്ങളിലെ വലകളാണ് കീറുന്നത്. ഇതോടെ ഉപജീവനം മുടങ്ങി മത്സ്യത്തൊഴിലാളികൾ കരയിലിരിക്കേണ്ട സ്ഥിതിയാണ്. ട്രോളിംഗ് നിരോധന സമയത്ത് വരുമാനം ലഭിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണ് സ്ഥിരമായി വല നശിക്കുന്നത് മൂലം ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. പരാതി നൽകിയിട്ട് രസീത് നൽകാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മീനെ കണ്ട് അടിച്ച് കഴിഞ്ഞാണ് ഇത് സംഭവിച്ചത്. റോപ്പ് കയറി കഴിഞ്ഞാണ് വല കാണുന്നത്. കണ്ടെയ്നറുകൾ ഈ ഭാഗത്തു നിന്നും സർക്കാർ അടിയന്തരമായിട്ട് തന്നെ മാറ്റുകയും ഞങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, ഇതൊരു വലിയൊരു പ്രതിസന്ധിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. 1000 രൂപ നഷ്ടപരിഹാരം തന്നതല്ലാതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ഉപജീവനമാർഗം തേടി കടലിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികൾക്കാണ് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ പരാതി കേട്ടുവെന്ന് വരുത്തി തീർക്കാതെ അർഹമായ നഷ്ടപരിഹാരം നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അനന്തുവിനൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി.